أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الرحمن الرحيم. مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم. صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. آمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. والصلاة والسلام على سيد المرسلين وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. ഏറ്റവും സ്നേഹവും ബഹുമാനവുമുള്ള രക്ഷിതാക്കൾ, വളരെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, വിദ്യാർത്ഥിനികൾ, മുതഅല്ലിമീങ്ങൾ, തദ്രീബ് ഖത്മുൽ ഖുർആൻ പാരായണ പഠന ക്ലാസ്സിൻ്റെ 43-ാമത്തെ ക്ലാസ്സിലാണ് നമ്മളെല്ലാവരും. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ നന്നായി അതിൻ്റെ ഹഖും അദബും പാലിച്ച് എല്ലാ നിയമങ്ങളും ശ്രദ്ധിച്ച് ഒരുപാട് ഓതാനും പഠിക്കാനും പാരായണം ചെയ്യാനും അതുവഴി ഖുർആനിൻ്റെ ഇഷ്ടവും പൊരുത്തവും ഖുർആനിൻ്റെ ശഫാഅത്തും ലഭിക്കാനും കാരണമായി തദ്രീബ് നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ, ആമീൻ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണം തുല്യതയില്ലാത്ത ഇബാദത്താണ്. വിശുദ്ധ ഖുർആൻ നമുക്കറിയാം അള്ളാഹുവിൻ്റെ കലാമായതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും അതിന് മഹത്വവും ആദരവും ബഹുമാനവുമുണ്ട്. അതിൻ്റെ പാരായണത്തിൽ, പ്രത്യേകിച്ച് അതിൻ്റെ എഴുത്തിൽ ഇങ്ങനെ തുടങ്ങി. ആ പാരായണ പഠനമാണ് അൽഹംദുലില്ലാഹ് ബിഫദ്ലില്ലാഹ് ഇവിടെ നടക്കുന്നത്. ലോകത്തിൻ്റെ നാനാഭാഗത്തു നിന്നും ആയിരക്കണക്കായ വിശ്വാസികളാണ്, ഖുർആനിനെ സ്നേഹിക്കുന്ന മഹബ്ബത്ത് വയ്ക്കുന്ന ആളുകളാണ്. അതിൽ വലിയ പ്രായമുള്ളവരുണ്ട്, ഉമ്മമ്മമാരുണ്ട്, ഉപ്പപ്പമാരുണ്ട്, സഹോദരന്മാരുണ്ട്, ചെറിയ കുട്ടികളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. വലിയ ഉദ്യോഗസ്ഥരുണ്ട്, ഡോക്ടർമാരുണ്ട്, എൻജിനീയർമാരുണ്ട്, അതുപോലെ വലിയ സയ്യിദുമാരുണ്ട്, സയ്യിദത്തുമാരുണ്ട്. മാഷാ അല്ലാഹ്, ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരും ഖുർആനിനെ മഹബ്ബത്ത് വെച്ച് ആഴ്ചയിൽ ഒരു ദിവസം, വെള്ളിയാഴ്ച, അതുപോലെ ഒരു ദിവസം അല്പസമയം ഖുർആനിന് വേണ്ടിയാവട്ടെ എന്ന നിയ്യത്തോടു കൂടെയാണ് എല്ലാവരും ഇരിക്കുന്നത്, കേൾക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ തദ്രീബിന് വേണ്ടി നാം മാറ്റിവെക്കുന്ന ഈ ചുരുങ്ങിയ സമയമുണ്ട്, ഇതിൻ്റെ ബറക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ബാക്കിയുള്ള എല്ലാ സമയങ്ങളിലും വലിയ ബറക്കത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകട്ടെ. എല്ലാവരും പ്രാർത്ഥിക്കണം, ദുആ ചെയ്യണം. എല്ലാവർക്കു വേണ്ടിയും പ്രാർത്ഥിക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരുപാട് രോഗികളുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരുപാട് പേർ നമ്മൾ ദുആ കൊണ്ട് കടപ്പെട്ടവരുണ്ട്. തദ്രീബ് ക്ലാസ്സിലെ സ്ഥിരം പഠിതാക്കളായ പാരായണം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ 1-ാമത്തെ ബാച്ചിൽ തദ്രീബിലെ ഒരു പഠിതാവ്, ധാരാളം ആളുകളുണ്ട്, അതിലൊരു പഠിതാവ് കൃത്യമായി ക്ലാസ് കേൾക്കുകയും അതിൻ്റെ ഖത്മ് മഅദിനിൽ നടക്കുമ്പോൾ കുറച്ച് ക്ലാസ്സുകൾ ബാക്കിയുണ്ടായിരുന്നു കേൾക്കാൻ. ആ ക്ലാസ്സുകൾ കൂടി കേട്ടിട്ടാവണം ഞാൻ ആ ഖത്മിന് വരുന്നത് എന്ന് തീരുമാനിച്ച് ഇരുന്ന് എല്ലാ ക്ലാസ്സുകളും കേട്ട് തദ്രീബ് ഖത്മുൽ ഖുർആൻ മജ്ലിസിന് വന്ന ഒരു സഹോദരി, അവർ ഒരു അസുഖം ബാധിച്ച് ഇപ്പോൾ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഡോക്ടർമാർ കുറേ ആശങ്കകളൊക്കെ പറയുന്നുണ്ട്. രക്തത്തിനാണ് പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് 6 മാസത്തെ ട്രീറ്റ്മെൻറ്റ് വേണം എന്നൊക്കെ പറഞ്ഞ് അവർ വലിയ പ്രയാസത്തിലും ആശങ്കയിലുമൊക്കെയാണ്. അതുപോലെ ഒരുപാട് ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ സാധുവായ എൻ്റെ പെങ്ങൾ അതുപോലെ അസുഖ ബാധിതയാണ്. അതുപോലെ ഒരുപാട് ആളുകൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ അസുഖം, രോഗം എന്നൊക്കെ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനുള്ളവർക്ക് നൽകുന്ന ഒരു പരീക്ഷണമാണ് എന്ന അർത്ഥത്തിൽ തന്നെ നമ്മൾ കാണുകയും
രോഗശിഫയ്ക്ക് വേണ്ടി ചികിത്സിക്കുകയും ദുആ ചെയ്യുകയും ചെയ്യുക. ശിഫയാവലാണ് ഖൈർ എങ്കിൽ റബ്ബിന് എത്രയും പെട്ടെന്ന് ശിഫയാക്കാൻ സാധിക്കുമല്ലോ. അതുകൊണ്ട് നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ശിഫയെ ചോദിക്കുകയും അതിനുവേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ സഹോദരിക്കും അതുപോലെ നമ്മുടെ തദ്രീബിൽ പഠിതാക്കളായ നമ്മുടെ കുടുംബത്തിലെ ബന്ധത്തിലെ ആരൊക്കെയുണ്ടോ രോഗികളായി പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ കൊടുക്കട്ടെ. എല്ലാ ആരോഗ്യവും ആഫിയത്തും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്യുകയാണ്. വലിയ മാരകമായ അസുഖങ്ങളൊന്നും അല്ലാഹു ജല്ല ജലാലുഹു നമുക്കാർക്കും തരാതിരിക്കട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. നമ്മൾ ദുആ ചെയ്യണം. നമ്മൾ ഖുർആനിൻ്റെ ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ലക്ഷ്യമാക്കുന്നതും നമ്മൾ ദുആ ചെയ്യുന്നതുമൊക്കെ അതാണ്. നമ്മുടെ ആഖിബത്ത് നന്നാവണം. അവസാനം എല്ലാവരും മരിക്കും, തീർച്ചയായും മരിക്കും. ആ സമയത്ത് ഈമാനോടുകൂടി മരിക്കണം. ഖുർആനിൻ്റെ ശഫാഅത്ത് ലഭിച്ച് സ്വർഗത്തിലെത്തണം. ഇതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള നല്ല ആളുകളെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുകയാണ്. ഞാൻ ഇത്രയും പറഞ്ഞത് നമ്മുടെ ദുആയിൽ പരസ്പരം എല്ലാവരും തദ്രീബ് കുടുംബത്തിലെല്ലാവർക്കും അവരുടെ കുടുംബത്തിനും വേണ്ടി ദുആയിൽ ഒരു വാചകം ഉൾപ്പെടുത്തണം എന്ന് പ്രത്യേകമായി അറിയിക്കാനാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം. സൂറത്തുൻ നിസാ 140 ആയത്ത് മുതലാണ് നമ്മൾ ഇന്ന് ഓതുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇഖ്ലാബ് അല്ലേ, സാക്കിനായ നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങളിൽ ഇഖ്ലാബ് എന്ന നിയമത്തെക്കുറിച്ച് വിശദമായി പഠിച്ചു. നമുക്ക് ഇന്നും ഇഖ്ലാബ് ഒന്നുകൂടെ നോക്കിയിട്ട് ആർക്കെങ്കിലും ഇനി ഇഖ്ലാബിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തീർത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ഈ 1-2 ക്ലാസ്സുകൾ കൂടെ ഇഖ്ലാബും നമ്മൾ നേരത്തെ പഠിച്ച നിയമങ്ങളും പരിശോധിച്ചു കൊണ്ടുള്ള ക്ലാസ് ആവാം. എന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പുതിയ നിയമം പഠിച്ച് ഖിറാഅത്ത് നന്നാക്കണം. നമ്മുടെ തെറ്റുകളും പാരായണത്തിലുള്ള വീഴ്ചകളും കുറ്റങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ട് നല്ല ഒരു ഖത്മ് നമുക്ക് ഓതി തീർക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. 140 ആയത്ത് മുതലാണ് ഓതുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها فلا تقعدوا معهم حتى يخوضوا في حديث غيره إنكم إذا مثلهم إن الله جامع المنافقين والكافرين في جهنم جميعا اللهم لا تجعلنا منهم الذين يتربصون بكم فإن كان لكم فتح من الله قالوا ألم نكن معكم وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم ونمنعكم من المؤمنين فالله يحكم بينكم يوم القيامة ولن يجعل الله للكافرين على المؤمنين سبيلا. 2 ആയത്തുകൾ നമ്മൾ ഓതി. ഇത് നോക്കിയേ. وقد نزل عليكم في الكتاب أن إذا سمعتم آيات الله يكفر بها ويستهزأ بها وقد نزل عليكم في الكتاب أن إذا سمعتم അവിടെ നമ്മൾ പഠിച്ച ഇൽഹാർ ഉണ്ട് അല്ലേ. അൻ സുക്കൂനുള്ള നൂനിന് ശേഷം ഇദാ എന്ന ഹംസയുണ്ട്. അപ്പോൾ അൻ ഇദാ സമിഅ്തും ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇൽഹാർ പോകും. ഇൽഹാർ പോയിട്ട് അന്നി എന്നാകും. അന്നി
കന്നി എന്നൊക്കെ പറഞ്ഞതുപോലെ അന്നി എങ്ങനെയാവും? ഓക്കെ, ഫിൽ കിതാബി അന്നിദ സമയത്തും അന്നിദ 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 പറ്റൂല. അൻ ഇദാ സമയത്തും ആയാതില്ലാഹി, സമയത്തും ആയാതില്ലാഹി എന്നിടത്തും ശ്രദ്ധിക്കണം. ഇല്ലെങ്കിലോ സമയത്തും ആയാതില്ലാഹി ആവും. സമയത്തും ആയാത്തി തുമ്മായാത്തി തുമ്മൽ അല്ലേ എന്ന് പറഞ്ഞതുപോലെ തുമ്മായാത്തി. സുബ്ഹാനല്ലാഹ്, എത്ര വലിയ തെറ്റാ അല്ലേ? ഒരക്ഷരം പോകും, പുതിയൊരക്ഷരം വരും, ഹർക്കത്ത് മാറും. ഇങ്ങനെയുള്ള 3 ഗുരുതരമായ തെറ്റുകളാണ് അവിടെ വരിക. സമയത്തും ആയാത്തില്ലാഹി, നോ, സമയത്തും ആയാത്തില്ലാഹി, സമയത്തും ആയാത്തി. യുക്ഫറു ബിഹാ വയുസ്തഹ്സഉ ബിഹാ ഫലാ തഖഉദൂ മഅഹും ഫലാ തഖഉദൂ തഖഉദൂ ഹത്താ യഖൂദൂ ഫീ ഹദീസിൻ ഗൈരിഹി ഫീ ഹദീസിൻ ഗൈരിഹി. അവിടെ നിർത്തുമ്പോഴേ ഗൈരിഹി റാ കസ്ർ ശേഷം ഒരു സുക്കൂനുള്ള ഹാ ഇല നിർത്തുക. ഗൈരിഹി, അല്ലാതെ ഗൈരിഹി ആണോ? ഇല്ല. അപ്പോൾ ഇവിടെ മദ്ദുണ്ടല്ലോ ഉസ്താദേ മദ്ദുണ്ട്. പക്ഷേ അത് ചേർത്തി ഓതുമ്പോഴാണ് വഖഫിൽ മദ്ദിൻ്റെ അടയാളം കണ്ടാലും അതിനൊരു റോളില്ല. വഖഫിൽ അതിന് റോളില്ല എന്ന് പറഞ്ഞാൽ നീട്ടി നിർത്തേണ്ടതില്ല. ഗൈരിഹി ഇന്നകും ഇദം മിസ്ലുഹും, എങ്ങനെ? ഇന്നകും ഇദം മിസ്ലുഹും, ഇദം മിസ്ലുഹും. ഇന്നകും ഇദ, കുമ്മിദ നോക്കിയേ, ഇന്നകും ഇദ, കുമ്മിദയല്ല, ഇന്നകും ഇദ ട്ടോ. ഇദം മിസ്ലുഹും. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന ഫീ ജഹന്നമ ജമീഅ. ഇന്നല്ലാഹ ജാമിഉൽ മുനാഫിഖീന വൽ കാഫിരീന, എവിടെ? കാഫിരീങ്ങളെയും മുനാഫിഖീങ്ങളെയൊക്കെ അള്ളാഹു എവിടെ ഒരുമിച്ച് കൂട്ടും? ഫീ ജഹന്നം. അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബി ജഹന്നം. പടച്ചവനെ നരകത്തെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ലാഹ്, നരകത്തിലിടും. الذين يتربصون بكم فإن كان لكم فتح من الله. الذين يتربصون بكم, യതറബ്ബസൂന പറയുമ്പോൾ ഓക്കെ, യതറബ്ബസൂന പറയുമ്പോൾ 2 കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കണം. ഒന്ന്, യതറബ്ബസൂന എന്ന് പറയുന്ന യാ കൊണ്ടാണ് തുടക്കം. അപ്പോൾ അല്ലദീന മനസ്സിലായില്ലേ? അല്ലാതെ നോക്കിയേ, അല്ലദീന എത്ര എന്ന് പറയില്ല നമ്മൾ. എത്ര, അതിൻ്റെ എ വരാൻ പാടില്ല. എൻ്റെ മഖ്റജ് വേറെയാണ്, യാൻ്റെ മഖ്റജ് വേറെയാണ്. അല്ലദീന യതറബ്ബസൂന, യതറ എന്ന് പറയുമ്പോൾ യാ കഴിഞ്ഞ് തായാണ്, തോ അല്ല. അപ്പോൾ അതും ശ്രദ്ധിക്കണം. അല്ലാഹ്, കുറേ ശ്രദ്ധിക്കാറുണ്ട് അല്ലേ? ഉണ്ട്. കാരണം തൊട്ടുടനെ ഫത്ഹുള്ള റോ ആ വരുന്നത്. റോ വായ നിറച്ച് പറയേണ്ടതായതുകൊണ്ട് റോൻ്റെ തൊട്ട് മുമ്പ് ച വന്നുകൊണ്ട് തോ ആകും. അത് പാടില്ല. അല്ലദീന യതറബ്ബസൂന ബികും. പിന്നെ ഫഇൻ കാന ലക്കും ഫത്ഹും മിനല്ലാഹി, ഫത്ഹുൻ. ഖാലൂ അലം നകും മഅകും. ഖാലൂ അലം, മദ് വേണേ, നകും മഅകും. وإن كان للكافرين نصيب قالوا ألم نستحوذ عليكم. നസീബ് സ്വാദ് ശ്രദ്ധിക്കണം. പിന്നെ അലം നസ്തഹ്വിദ് എന്നത് ശ്രദ്ധിക്കണം. നസ്തഹ് ആണ്. വനംനഅകും, എങ്ങനെ? വനംനഅകും മിനൽ മുഅ്മിനീൻ. فالله يحكم بينكم يوم القيامة
വലൻ യജ്അല അല്ലാഹു ലിൽ കാഫിരീന അലൽ മുഅ്മിനീന സബീല. ഓക്കെ, ഇനി ബാക്കി. ഇന്നൽ മുനാഫിഖീന യുഖാദിഊന അല്ലാഹ വഹുവ ഖാദിഉഹും وإذا قاموا إلى الصلاة قاموا كسالى يراءون الناس ولا يذكرون الله إلا قليلا مذبذبين بين ذلك لا إله هؤلاء ولا إله هؤلاء ومن يضلل الله فلن تجد له سبيلا. يا أيها الذين آمنوا لا تتخذوا الكافرين أولياء من دون المؤمنين أتريدون أن تجعلوا لله عليكم سلطانا مبينا إن المنافقين في الدرك الأسفل من النار ولن تجد لهم نصيرا إلا الذين تابوا وأصلحوا واعتصموا بالله وأخلصوا دينهم لله فأولئك مع المؤمنين وسوف يؤتي الله المؤمنين أجرا عظيما ما يفعل الله بعذابكم إن شكرتم وآمنتم وكان الله شاكرا عليما. Okay. إن المنافقين يخادعون الله. إن المنافقين يخادعون الله. ശ്രദ്ധിച്ച് യുഹാ അല്ല, വായ നിറച്ചു പറയേണ്ട അക്ഷരങ്ങളാണ്. ഖാ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വഹുവ ഖാദിഉഹും. വഇദാ ഖാമു, ഖായു അങ്ങനെ തന്നെ. വഇദാ ഖാമു ഇലസ്സലാത്തി ഖാമു കുസാല. ഖാമു കുസാല ട്ടോ. يراءون الناس ولا يذكرون الله إلا قليلا. ഓക്കെ, അടുത്തായി നോക്കിയേ. എത്ര മദ്ദിൻ്റെ അടയാളങ്ങൾ എത്ര ഉണ്ടോ നോക്കിയേ. നോക്കിയേ 1 2 3 4 5 6 അല്ലേ? 6 തന്നെയല്ലേ? അവിടെയൊക്കെ നീട്ടണം. നോക്കിയേ, മദ്ദുകളെ കുറിച്ച് നമ്മൾ ശരിക്കും പറയുന്നുണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് കഴിഞ്ഞിട്ട്. പേരൊക്കെ നമുക്ക് അപ്പോൾ പഠിക്കാം. ഇപ്പം മദ്ദിൻ്റെ അടയാളം കണ്ടാൽ നമ്മൾ അന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത്? മദ്ദിൻ ചിഹ്നം കണ്ടാലൊത്തിരി നീട്ടുക കുട്ടികളെ, മടി കാണിക്കരുതവിടം നീട്ടാൻ ഖുർആനാണെന്നോർത്തിടണേ. അപ്പോൾ ഇവിടെ ചിഹ്നങ്ങളുണ്ട് ധാരാളം, അവിടെയൊക്കെ നീട്ടണം. എങ്ങനെ? നോക്കിയേ മുദബ്ദബീന. അതൊന്ന് പറഞ്ഞു നോക്കിയേ. മുദബ്ദബീന. നോക്കിയേ എല്ലാവരും. എങ്ങനെയാ? മുദബ്ദബീന. മാഷാ അല്ലാഹ്. ആരോ മുസബ്സബീന പറയണ്ടോ? സ റാക്ക് മേലെ പുള്ളി ഉണ്ടെങ്കിൽ സ. ഓക്കെ, ഇത് ദാലിൽ നാവിൻ തലമേലെ മുൻപല്ലിൽ തട്ടിപ്പറയണം. പറഞ്ഞു പറഞ്ഞു പഠിക്കണം. നാവിൻ്റെ തല പല്ലിൻ്റെ തലയിൽ തട്ടിയിട്ട് മുദബ്ദബീന. ഓക്കെ,
മുദബ്ദബീന ബൈന ദാലിക ലാ ഇലാഹ ഉലാഇ വലാ ഇലാഹ ഉലാഇ ومن يضلل الله فلن تجد له سبيلا ومن يضلل الله കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മളത് സ്ക്രീനിൽ വലുതായി കാണിച്ച് ഓതിയിട്ടുണ്ട്. പിന്നെ നോക്കി, യാ അയ്യുഹല്ലദീന ആമനു ലാ തത്തഖിദുൽ കാഫിരീന ഔലിയാഅ മിൻ ദൂനിൽ മുഅ്മിനീൻ ലേ അതുരീദൂന അൻ തജ്അലൂ ലില്ലാഹി അലൈക്കും സുൽത്താനം മുബീന. സുൽത്താൻ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കണ്ടോ, സുൽത്താനാകാൻ പാടില്ല. മലയാളത്തിൽ നമ്മൾ സുൽത്താൻ സുൽത്താൻ എന്നൊക്കെ പറയും. ഖുർആനിൽ വന്നാൽ സുൽത്താൻ, സീൻ സ്വാദാവാനും പാടില്ല. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ വലൻ തജിദ ലഹും നസീറാ അല്ലാഹുമ്മ ഇന്നാ നഊദു ബിക മിൻ അദാബിന്നാർ. പടച്ചവനെ ഞങ്ങളെ നീക്കാക്കണേ അല്ലാഹ് അല്ലാഹ്. ഇല്ലല്ലദീന താബു വഅസ്ലഹൂ വഅതസമൂ ബില്ലാഹ് വഅഖ്ലസൂ ദീനഹും ലില്ലാഹ് ഫഉലൈക മഅൽ മുഅ്മിനീൻ വസൗഫ യുഅ്തില്ലാഹുൽ മുഅ്മിനീന അജ്റൻ അദീമാ. മാ യഫ്അലുല്ലാഹു ബിഅദാബികും ഇൻ ശകർതും വആമൻതും വകാന അല്ലാഹു ശാകിറൻ അലീമാ. മാഷാ അല്ലാഹ്. നോക്കിയേ, 6ാമത്തെ ജുസ്ഇലേക്ക് വന്നു. നമ്മൾ 5 ജുസ് കഴിഞ്ഞു, 6ാമത്തെ ജുസ്ഇലേക്ക് എത്തി. അല്ലാഹ് അല്ലാഹ് അല്ലാഹു തആല ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. കുറച്ചുകൂടെ നോക്കിയേ, ലാ യുഹിബ്ബുല്ലാഹുൽ ജഹ്റ ബിസ്സൂഇ മിനൽ ഖൗലി ഇല്ലാ മൻ ളുലിം വകാന അല്ലാഹു സമീഅൻ അലീമാ. ഇൻ തുബ്ദൂ ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫൂ അൻ സൂഅ فإن الله كان عفوا قديرا. إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا. اللهم إنا نعوذ بك. والذين آمنوا بالله ورسله ولم يفرقوا بين أحد منهم أولئك سوف يؤتيهم أجورهم وكان الله غفورا رحيما. صدق الله العظيم. Okay. لا يحب الله الجهر بالسوء من القول إلا من ظلم. لا يحب لا يهي لا يحب الله الجهر بالسوء وكان الله سميعا عليما. ഇൽഹാർ ഉണ്ട് കേട്ടോ, സമീഅൻ അലീമ, നലീമ ആവരുത്, സമീഅൻ അലീമ. പിന്നെ ഇൻ തുബ്ദു ഖൈറൻ ഔ തുഖ്ഫൂഹു ഔ തഅഫൂ അൻ സൂ. ഇൽഹാർ വീണ്ടും വന്നു, അൻ സൂഇൻ
മദ്ദുണ്ട്, ഇഖ്ഫ ഉണ്ട്. ഇഖ്ഫ നമ്മൾ പഠിക്കും. فإن الله كان عفوا قديرا إن الذين يكفرون بالله ورسله ويريدون أن يفرقوا بين الله ورسله എങ്ങനെ ويريدون أن يفرقوا بين الله ورسله ويقولون نؤمن ببعض ونكفر ببعض ويريدون أن يتخذوا بين ذلك سبيلا أولئك هم الكافرون حقا وأعتدنا للكافرين عذابا مهينا والذين آمنوا بالله ورسله ولم يفرقوا بين أحد منهم ഇഖ്ലാബ് വന്നേല്ലേ. ഉലൈക സൗഫ യുഅ്തീഹിം ഉജൂറഹും വകാന അല്ലാഹു ഗഫൂറർ റഹീമാ സദഖല്ലാഹുൽ അളീം. അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു സ്വീകരിക്കട്ടെ. പടച്ചോനെ, അല്ലാഹുവേ, നിൻ്റെ പരിശുദ്ധ ഖുർആൻ ഞങ്ങൾ ഓതി, കുറച്ച് അതിലെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും നിയമങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു. അള്ളാഹുവേ ഞങ്ങൾക്ക് നാഫിയായ ഇൽമ് നീ ഏറ്റി തരണേ അല്ലാഹ്. പ്രത്യേകിച്ച് ഖുർആനുമായി ബന്ധപ്പെട്ട് അറിവ് നീ ഞങ്ങൾക്ക് വർദ്ധിപ്പിച്ച് തരണേ അല്ലാഹ്. ഖുർആൻ നന്നായി ഓതാൻ ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ അല്ലാഹ്. ഖുർആനിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിച്ചുകൊണ്ട് പാരായണം ചെയ്യാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളെ രോഗികൾക്ക് നീ ശിഫ നൽകണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് നീ സാലിഹ്യങ്ങളായ മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളെയൊക്കെ മക്കളെ നീ സാലിഹ്യങ്ങളാക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിലെ ഭാര്യമാരുടെ, ഞങ്ങളെ മക്കളുടെ, ഞങ്ങളെ പെങ്ങന്മാരുടെ, ഞങ്ങളെ ഉപ്പമാരുടെ, ഉമ്മമാരുടെ, സഹോദരങ്ങളുടെ, പടച്ചവനെ, എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും നീ മാറ്റിക്കൊടുത്ത് സിഹ്ഹത്തും സലാമത്തും ആഫിയത്തും ഖൈറും ബറക്കത്തും റാഹത്തും റഹ്മത്തും നീ ചൊരിഞ്ഞു നൽകണേ അല്ലാഹ്. ഞങ്ങളെ ആലിമീങ്ങൾക്ക്, ഞങ്ങളെ നേതാക്കൾക്ക്, ഞങ്ങളെ സാദാത്യങ്ങൾക്ക്, പടച്ചവനെ, ഞങ്ങളെ ഉമറാക്കൾക്ക്, പ്രവർത്തകർക്ക് എല്ലാവർക്കും നീ ഇസ്സത്തും ഹിമ്മത്തും ഏറ്റി നൽകണേ അല്ലാഹ്. ഖൈറിൻ്റെ വാതിലുകൾ അവർക്കും ഞങ്ങൾക്കും നീ തുറന്ന് നൽകണേ അല്ലാഹ്. എല്ലാ ഷർറിൻ്റെ കവാടങ്ങളും നീ കൊട്ടി അടക്കണേ അല്ലാഹ്. ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാഹ്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين وصلى الله وسلم وبارك على سيدنا محمد وآله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته. صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله وأهل البدر يا الله إلهي سلم الأمة من الآفات والنقمة ومن هم ومن غمة بأهل البدر يا الله صلاة الله سلام الله عليك يا رسول الله صلاة الله سلام الله عليك يا حبيب الله.